അപ്പോൾ ഗായ്സ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ ഒരു ക്രോസ് ബ്രീഡ് ആയിട്ടുള്ളൊരു സിറ്റിക്ക് പോവാണ് ഗൈസ്. ദുബായും പാരീസും എല്ലാം കൂടിയും ഇതായിട്ടുള്ളൊരു സിറ്റി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റിയിൽ നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിക്ക് പോകാൻ പോവാണ് ഗൈസ്. നമുക്ക് വേണ്ടിയിട്ടുള്ള പ്ലെയിനാണ് ഗൈസ്. പ്ലെയിൻ എങ്ങനെയാണ് ഗൈസ് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? നമ്മുടെ പ്ലെയിൻ പോയാ അടി ഇവിടെ ഉണ്ടാവും എന്നാണോ പറഞ്ഞേ? പോയോ? ഞാനും ഇതന്നെ ആയിരിക്കും, ഇങ്ങോട്ട് നിർത്തിയിട്ടാണോ ഗൈസ്? അവിടെ നിന്നും കാര്യങ്ങളൊക്കെ നമുക്കൊരു മിഷൻ ഉണ്ട്. ഇതല്ല ഗൈസ്, പോയി. ശരി സാറല്ല, നമുക്ക് പ്രൈവറ്റ് ജെറ്റിൽ പോവാടാ. എൻ്റെ പ്രൈവറ്റ് ജെറ്റ് ഇതിൽ ഏകദേശം ഒരു 24 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. കാരണം കുഞ്ഞ് സൈസ് തന്നെ ഉള്ളൂ. നമുക്കെന്തായാലും എവിടെയെങ്കിലൊക്കെ കയറിയിരിക്കാം. ഓക്കെ, 24 ആൾക്കാർക്ക് പക്കയായിട്ട് ഇരിക്കാൻ പറ്റും ഗൈസ് ഈ ഒരു ഇതിൽ. എടാ എനിക്ക് ഒന്നിനും കയറാൻ പറ്റണോടാ. എടാ എനിക്ക് കൈപ്പിടിയില്ല. ഉണ്ട്. ശരി. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ കയറാൻ പോവാണ് ഗൈസ്. കുറേ ആൾക്കാരുണ്ട് ഈ സീൻ്റെ ഉള്ളിൽ. ഓക്കെ, നമ്മൾ പോവാൻ പോവാണ് ഗൈസ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. എന്താ സാറേ? ജാഗ്രത എന്ത്? മുട്ട വെച്ചിയാ? എന്ത് മുട്ട വെച്ചി? മുട്ട വെച്ചല്ല, ക്യാപ്സിക്കം വെച്ചി. ഗൈസ് ഇവിടെ ഒരാൾക്ക് പ്രാന്തായി ഗൈസ്. എന്തോ ആയി, പാവം. ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ടേക്ക് ഓഫ് ചെയ്യാം. എന്തോ ആവാൻ പോവാണ് ഗൈസ്, പറക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ വണ്ടി പറക്കാൻ പോവുകയാണ് മോനെ. എന്താ പേര്? വല്ല പ്രശ്നമുണ്ടോ? എന്താ അപ്പിട കൊണ്ടുവരാ? അതല്ല, നമ്മുടെ പ്ലെയിൻ പറന്നു. പ്ലെയിൻ പറന്നു. എല്ലാവരും തൊള്ളയിടാണ്. എനിക്ക് വെറുതെ നേരെ തൊള്ളയിട്ടതായിരിക്കും. ഒന്നാമത് എൻ്റെ തൊണ്ട ഐസ്ക്രീം തിന്നിട്ട് തൊണ്ട മൊത്തം പോയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു രാജ്യത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു 5 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടേക്ക് എത്തി ഗൈസ്. ഈ സിറ്റിക്ക് എത്തി ഗൈസ്. സിറ്റി നോക്ക് ഗൈസ്. സെറ്റ് മോനെ സീന് മോനെ. പിന്നെ നമ്മുടെ ഒരു സിറ്റീൻ്റെ ചായ ഇല്ലേ? എനിക്കങ്ങനെ തോന്നി. പിന്നെ ഇത് ഒരു സ്പെഷ്യലായിട്ടാണ്. അതെന്താ വെച്ചാൽ എൻ്റെ അതേ വീട് എടുത്തിട്ട് ഇവിടേക്ക് പണിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. മൊത്തത്തിൽ 2 കോടിയായിട്ടു. അപ്പോൾ അത്രയൊക്കെ ലക്ഷറി വീടല്ലേ ഗൈസ്. ഓക്കെ, ജിമ്മിനാണ് ഗൈസ് അത്രയും പൈസ. അപ്പം നമുക്കെന്തായാലും നമ്മുടെ മാജിക് ഫോൺ വഴി ഒരു നല്ല വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ഒരു മിഷൻ ഉണ്ട് ഗൈസ്. എൻ്റെ അപ്പൂപ്പൻ്റെ അല്ല, എൻ്റെ കസിൻ്റെ ചേട്ടൻ. അയാൾ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണേ. സൂപ്പർ മാർക്കറ്റ് 50% ഓഫർ. ഇപ്പം സമയമില്ല. നമുക്ക് ഫസ്റ്റ് ഈ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ ഗൈസ്. എക്സ്പ്ലോർ ചെയ്യാണ്ട് എന്ത് സിറ്റി? നോക്കണം. നമുക്ക് ഈ ഇതിൻ്റെ മുകളിൽ റോഡാടാ മോനെ. GTF സിറ്റി മാതിരിയൊക്കെ ഉണ്ട്. ഈ വണ്ടിയൊക്കെ ഇങ്ങോട്ടാണ് പോണേ. കണ്ടോ ഇവിടെ ഈഫിൽ ടവർ ഉണ്ടോ? ക്രോസ് ബ്രീഡ് സിറ്റി, ടോപ്പിയ സിറ്റി എന്നൊക്കെയുള്ള പേര്. നമ്മൾ ഈ സിറ്റി മൊത്തം നോക്കും ഗൈസ്. ചിലപ്പോൾ മിഷൻ പാർട്ട് 2 ആയിരിക്കും വരിക. കണ്ടോ ഗൈസ് മോനെ, സെറ്റ് മോനെ, സീണ് മോനെ. അവിടെ ഇതും കൂടാ ഈ വീടോക്ക്. ഹായ്, ക്യൂട്ട് വീട്. ബ്രേക്ക് വിടാ. ക്യൂട്ടി ഈ വീട് നോക്കടാ. ഇത് വഴി മറ്റേ കാർട്ടൂണിലൊക്കെ കാണണ വഴിക്കടാ. എനിക്കത് ഇഷ്ടമായിട്ടോ. അവിടെ ഒരു പിന്നെ അങ്ങോട്ടൊരു
ഫോറസ്റ്റ് ഉണ്ട്. അങ്ങോട്ടൊന്നും ഫോറസ്റ്റ് ഏരിയക്കൊന്നും പോകണ്ട. നമുക്ക് ഈ സിറ്റി തന്നെ കാണാൻ ഇറങ്ങിയാൽ മതി. ഓക്കെ ഓക്കെ. അയ്യോ ഓ ചേട്ടാ മാറി ചേട്ടാ. എടാ എന്താടാ ഇത്? നീ നീ ആ ചേട്ടൻ്റെ വായ നല്ല വായ കേട്ടോ. ഇവിടെ വരെ എത്തി ഗൈസ് അയാളുടെ സൗണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ സിറ്റി മാൾ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തിയോന്നൊരു സംശയം. ആ ഗൈസ് ഇത് ജസ്റ്റ് കുഞ്ഞൊരു വെറുതെ ഒരു ഇതിന് കൊടുത്തിരിക്കുക. എടാ ഈഫിൽ ടവർ ഉണ്ട്. ആടാ ഈഫിൽ ടവർ ഉണ്ടാ പറഞ്ഞല്ലേ, പാരീസും എല്ലാം കൂടി മിക്സായൊരു സ്ഥലമാണ് അവിടെ ഈഫിൽ ടവർ. ഈഫിൽ ടവറിന് മുകളിൽ കയറാൻ പറ്റുമോ? ഓക്കെ നമ്മളെന്തായാലും ഇത് മൊത്തം ഇതാക്കും. പിന്നെ ഇവിടെ എയർപോർട്ടും കാര്യങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് എയർപോർട്ട് നോക്കണം. ഒന്ന് എയർപോർട്ട് വെറുതെ നോക്കാം, പുറത്തു കൂടെ മാത്രം. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല തോന്നുന്നു. അതിന് സ്പെഷ്യൽ പെർമിറ്റ് എന്തായാലും വേണ്ടി വരും. ഇത് എയർപോർട്ടൊന്നും ഗൈസ്, ഇത് എയർപോർട്ട് ഒന്നുമല്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയണതാ. എയർപോർട്ടല്ല, എയർപോർട്ട് ഇങ്ങനെ സ്റ്റേഡിയം ആണോ ഇത്? എടാ 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 വീലിങ് ചെയ്യാനുള്ള പറഞ്ഞ റൈഡർ കണ്ണാപ്പീനെ എടുക്കല്ലേ. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഓ സ്റ്റേഡിയം ഗൈസ്, ക്രിക്കറ്റ് ഇതെന്ത് സ്റ്റേഡിയ? അപ്പം ഗൈസ് നമ്മൾ ഇവിടെ ഒന്നുമില്ല ഗൈസ്, ഇത് സ്റ്റേഡിയം ഒന്നുമല്ല. സ്റ്റേഡിയത്തിന് പുല്ലുമില്ല. ഇത് എന്താ ബോക്സിംഗ് മത്സര എന്താണ് ഗൈസ്? ക്രിക്കറ്റ് സ്റ്റേഡിയം എങ്ങനെയാണ് ഉണ്ടാവുക? ഇത് ഏതോ ഒരു സ്റ്റേഡിയമാണ് ഗൈസ്. അത് പാർട്ട് 2 മിഷൻ പാർട്ട് 2 ആണ് ഗൈസ്. മിഷൻ പാർട്ട് 2 നിങ്ങൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഓക്കെ അടുത്തത് നമുക്കൊന്ന് ഫോറസ്റ്റ് ഏരിയക്ക് വെറുതെ ഒന്ന് പോയോക്കാലോ. പോയോക്കാലോ ഫോറസ്റ്റ് ഏരിയക്ക്. പിന്നെ ഇത് കൂടെ റോങ് വേ പറ്റില്ല കേട്ടോ ഗൈസ്. നമ്മളെ നാടൊക്കെയാണെങ്കിൽ നമ്മൾ ഈ വഴി കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് പോകും. പക്ഷെ ഇവിടെ ഫുട്പാത്തിൽ കൂടെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കളിയൊന്നും നടക്കില്ല. നമ്മൾ എവിടേക്ക് വേണമെങ്കിലും പോവും. നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോവും. അതാണ് നമ്മൾ. എനിക്ക് ചെറിയൊരു പേടി അങ്ങോട്ട് പോകാൻ. ഭയമല്ല, ഒരു ചെറിയ പേടി ഗൈസ്. അപ്പോൾ ഇതെന്താ സാധനം? എന്താ ഈ പാലം മാതിരി പോണേ? നമുക്ക് ഈ പാലത്തിൻ്റെ എൻഡിൽ പോയി നോക്കാം. എടാ ഇതിന് തുടക്കം എൻ്റെ അങ്ങനെ ഒന്നുമില്ലടാ. എടാ ഇതെന്താ? എടാ വായുവിൻ്റെ എയർ മോനെ. വായുവിൻ്റെ എയർ അത്രേ. എയറിൻ്റെ ഒരുമാതിരി മറ്റേ എയർ വാള് എന്നൊക്കെ പറയും നമ്മൾ. അതുമാതിരി ഇതാ കണ്ട ഇതിനപ്പുറം പോവാൻ പറ്റുള്ള ഗൈസ്. ഇപ്പം നമ്മൾ അങ്ങനെയാണ്. അതിനപ്പുറം പോവാനേ പറ്റുള്ള. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓൾമോസ്റ്റ് നമ്മൾ സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്തു തോന്നുന്നു ഇല്ലേ? സെറ്റ് മോനെ, സീന് മോനെ, മുട്ടാന്ന് കണ്ട സീൻ മോനെ. സെറ്റ് സീൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ? ഇല്ല വെറുതെ ഷോയ്ക്ക് കൊടുത്തിരിക്കണം. വേണ്ട. നമുക്ക് ഇവിടെ എന്തോ ഫെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെയാ നീ എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കണേ? സോറി ചേച്ചി, ഏട്ടനായിരുന്നോ? എൻ്റെ തൊണ്ടങ്ങനെ പോയതാ. കാറിയിട്ടാണ് ഈ നേരത്തെ ഞാൻ കാറി പറഞ്ഞില്ലേ, അങ്ങനെ കാറിയിട്ടന്നെ ആ ചേട്ടൻ്റെ തൊണ്ട പോയ. ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എൻ്റെ തൊണ്ട പോയ മാതിരി. നമുക്കെന്തായാലും
ഇവിടെ നിന്ന് പോയൊക്കെ എനിക്ക് നല്ല ജലദോഷമൊക്കെ ഉണ്ട്. കവർ അവിടെ കവർ മൂക്കളായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ കവറാണ് ഗൈസ്. എന്നാലും മൂക്കളാണ് ഗൈസ് വെറുതെ പറഞ്ഞ. മീശക്കാരൻ മാധവന് ദോഷത്തിനാശ. ഹൈ ഹൈ ബൈ പോ. ഓ എടാ ഇത്രയൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ നമുക്കെന്തായാലും അടുത്തത് നമ്മുടെ മിഷൻ ഗൈസ്. മിഷൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ ആ ഒരു സ്ഥലത്ത് ഒരു ബില്യണയർ ഉണ്ട്. അപ്പം അയാൾ എന്തോ ഒരു വണ്ടി വാങ്ങിച്ചു, ഒരു കുഞ്ഞു വണ്ടി. ബട്ട് അതിനെന്തോ അയാൾ വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകത പറഞ്ഞിട്ട് 25 ഡിസിലിയൻ അറ്റിട്ട് കൊടുത്തിരിക്കുകയാണ്. അത്രയും ഫേമസ് അത്ര അയാൾ. അപ്പോൾ അയാളുടെ വണ്ടി കട്ടെടുത്ത് നമ്മുടെ നാട്ടിൽ പോയി വിറ്റ് എങ്ങനെ ഉണ്ടാവും? അതിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർക്കാരൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് കട്ടെടുത്ത് നമ്മുടെ വ്യാജ വീടില്ലേ ഇപ്പോൾ ഉള്ള നമ്മുടെ വീട് അവിടേക്ക് കൊണ്ടുവന്നാൽ മതി. അത് ഏതാ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എന്തായാലും ഓൾമോസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഒരുമാതിരി ഓരിയോ ബിസ്ക്കറ്റിൻ്റെ ആടാ ഇതല്ലേ ഓരിയോ ബിസ്ക്കറ്റ്. ഇതാ ഓരിയോ ബിസ്ക്കറ്റ്. ഓരിയോ ബിസ്ക്കറ്റ് ഒരു വട്ടത്തിൽ നിൽക്കണ്. ഹായ് ഹായ് ഓരിയോ ബിസ്ക്കറ്റ് മാമ. ഓരിയോ ബിസ്ക്കറ്റിൻ്റെ ബിൽഡിങ് വരില്ലേ കാണാൻ മനസ്സിലായോ? ഞാൻ എന്തായാലും കാവട്ടെ. ശരിയടാ. അപ്പോൾ നമുക്കെന്തായാലും അതിരിക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലം നമുക്ക് എവിടെയാ നോക്കാം. വലിയ പ്രശ്നമില്ല, നോക്കാം. നമ്മുടെ മാജിക് ഫോൺ എടുത്താൽ എന്തായാലും നന്നായി. എന്ത് ചീട്ടാ 8 ഓ മറ്റേ പ്ലഗിൻ വഴി എടുക്കണ സാധനം. 800 ഹെലികോപ്റ്റർ നൈസ്. തുമ്പിനെ വഹിക്കുന്ന ഹെലികോപ്റ്റർ. ഓക്കെ നമുക്ക് ഇതുവഴി നോക്കാം ഗൈസ്. നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? ഓ സ്റ്റേഡിയം അവിടേക്കൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. നമ്മളിത് കണ്ടില്ല. ഞാനേ കണ്ടുള്ളൂ. ബുള്ളറ്റ് ട്രെയിൻ. യോ മോനിൻ്റെ എൻട്രി എവിടെയാ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനേ കേസ് അറിയുള്ളൂ. നമ്മൾ എക്സ്പ്ലോർ മാത്രമാണ് കേസ് ചെയ്യുന്നത്. നമുക്ക് ഡിസീലിയനൊക്കെ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് നോക്കട്ടെ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം പറയണ്ട, എല്ലാവരും അധികം അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഗീസ്. ഇത് ഒഫീഷ്യലി അവർ തന്നെ എടുത്തൊരു ഇതാണ്. അല്ലാണ്ട് വേറെ മറ്റേ പ്ലഗിനിൽ പോയിട്ട് നിങ്ങൾ ലിങ്കൊന്നും ചെയ്യണ്ട. ജസ്റ്റ് മറ്റേ ലിങ്ക് ഉണ്ടാവില്ല, മറ്റേ യൂട്യൂബ് ചാനലിലൊക്കെ കിട്ടുന്ന ലിങ്ക്സ്, ചാനൽസിലൊക്കെ കിട്ടുന്ന ലിങ്ക്സ് അങ്ങനെയൊന്നും നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. എന്താ നിങ്ങൾ മറ്റേ പ്ലഗിനില്ലേ ആ കുന്ത്രാണ്ട് എടുത്തിട്ട് അതിൻ്റെ അതെടുക്കുക. പ്ലഗിൻ എടുത്തിട്ട് അതിൽ മറ്റേ റാം ചാലഞ്ചൊക്കെ എടുക്കില്ലേ, അതിൽ പോവുക പ്ലഗിൻ എടുത്തിട്ട്. എന്നിട്ട് അതിൽ പോയിട്ട് നമ്മൾ ഒന്നെടുത്താൽ മതി. അത്രയൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും സെറ്റ് ആയിക്കോളും. എന്നിട്ട് മറ്റേ സാധാ മാതിരി തന്നെ ചെയ്യുക.
ഗായ്സ് ഇതിന് എൻട്രി ഒന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് 120 അങ്ങനെയാണ്. എന്ത് ഈ ജെറ്റ് തന്നെ 320 230 അത്ര. ഓക്കെ, നമുക്കിത് ഇവിടെ ആയിട്ടൊന്ന് നിർത്താം. ഇവിടേക്കൊക്കെ എങ്ങനെ എത്താനാണല്ലേ ഗായ്സ്? വെയിറ്റ്, ഇങ്ങനെ വരാൻ തന്നെയാണോ ഞാൻ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ? ഓ ഗായ്സ്, ജെറ്റ് പാക്ക് ഫ്രീ ജെറ്റ് പാക്ക്. ഓ മറ്റേ സാധനം, ജെറ്റ് പാക്ക് സാധനം. ഓ അത് മറ്റേ സാധനം ജെറ്റ് പാക്ക് വഴി വരണേ. പുതിയ ട്രെൻഡാണ് ഈസ്, പേടിക്കണ്ട, പുതിയ ട്രെൻഡാ. കണ്ട് ഈ സ്റ്റെപ്പ് വഴിയാണ് ഈസ് നമ്മൾ കയറി വരണ്ടേ. സ്റ്റെപ്പൊക്കെ വെറുതെ സ്റ്റെപ്പൊന്നും ഇല്ല, വെറുതെ കൊടുത്തിരിക്കുക അവർ. എന്താണ് ഈസ് ബുള്ളറ്റ് ട്രെയിൻ, ബുള്ളറ്റ് മാതിരി പോകുന്നൊക്കെയാണ് ഈ ചില ചൈനീസ് അമ്മൂമ്മമാരൊക്കെ പറയണത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ അടുത്തൊരു നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത് PT 1 മാത്രം, അടുത്തതിലാണ് ഏറ്റവും സീനും നമ്മൾ മിഷൻ ചെയ്യുള്ളൂ ഗൈസ്. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ വണ്ടി പേര് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും ഗൈസ്. TVS അല്ല, മറ്റൊരു മാതിരി പോണ വണ്ടി, ആ സാധനം പരന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഗൈസ് ആ വണ്ടി. അപ്പോൾ എല്ലാവർക്കും ബൈ.